Good morning students. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഞാൻ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ഒരു ചാപ്റ്ററിലെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചെടുക്കേണ്ട ഒരു ഏരിയയാണ്. ഏകദേശം 10 മാർക്കോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കയറി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ നിങ്ങൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനുകളെ പ്രധാനമായും 5 തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം അല്ലേ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഈ ഒരു 5 ക്ലാസിഫിക്കേഷനുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന ഏരിയയാണ് അല്ലേ? ആ പാർട്ണർഷിപ്പ് എന്ന ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ? പാർട്ണർഷിപ്പിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ആൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ അല്ലേ? അതായത് രണ്ടോ അതിലധികമോ ആൾക്കാർ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട് ആ ഒരു ബിസിനസ് ക്യാരി ചെയ്ത് പോവാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, ആ ഒരു പോയിന്റാണ് പറയുന്നത് പാർട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫോർമേഷൻ അല്ലേ? ഫോർമേഷൻ എങ്ങനെയാണ്? ഫോർമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഗ്രിമെന്റ് വഴിയാണ് അല്ലേ? ഫോർമഡ് ബൈ ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺസുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരമാണ് അത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് ഇത് ഗവേൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ലാബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും അല്ലേ? പാർട്ണേഴ്സിന്റെ ലാബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. എന്തെങ്കിലും കടബാധ്യതകളോ ഡെപ്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് വീട്ടാനുള്ള ഉത്തരവാദിത്തം ആ പാർട്ട്നേഴ്സിനുണ്ട്. ഓക്കെ, പിന്നെന്താണ്? അതിന് റിസ്ക് ബിയറിംഗ് അല്ലേ? എന്തെങ്കിലും റിസ്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടത് ആരെയാണ്? പാർട്ട്നേഴ്സ് എല്ലാവരും മ്യൂച്വലി ആണ്. ഓക്കെ, പിന്നെ എന്താ? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ്. ഡിസിഷൻ എടുക്കുന്നതും അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആ പാർട്ട്നേഴ്സ് എല്ലാവരും മ്യൂച്വലി ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? കണ്ടിന്യൂറ്റി അല്ലേ? ദാറ്റ് ഈസ് എ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ദി ബിസിനസ് മീൻസ് ദാറ്റ് റിട്ടയർമെന്റ് ഓർ ഇൻസാനിറ്റി ഓഫ് എനി പാർട്ട്ണർ മേ ലീഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി പാർട്ണർഷിപ്പ്. അതായത് ആ പാർട്ട്നേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റോ ഇൻസാനിറ്റിയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? പിന്നെന്താ? മെമ്പർഷിപ്പ്. ഒരു പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 2 മെമ്പേഴ്സിനെ ആവശ്യമാണ്. മാക്സിമം 50 വരെ പോകാം. ഓക്കെ, നെക്സ്റ്റ് മ്യൂച്വൽ ഏജൻസി അല്ലേ? ലൈക്ക് ഒരു മ്യൂച്വൽ ഏജൻസി ആയിട്ടാണ് പോലെയാണ് എന്ത് ഇവർ ആക്ട് ചെയ്യുന്നത്. ഒരുപോലെ എല്ലാവരും കൂട്ടമായിട്ട് നിന്നിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് അല്ലേ? എല്ലാവർക്കും വേണ്ടി ഒതുങ്ങുന്ന രീതിയിലുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഏജൻസി പോലെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പറഞ്ഞൊരു ഏരിയയാണ്. ആ പേര് കണ്ടല്ലേ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്തിട്ട് അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് എന്താ പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? എ ബിസിനസ് concerned, owned and managed by a single person is called as sole proprietorship. It also called sole trader or one man business അല്ലേ? സോൾ ട്രേഡർ എന്നോ വൺ മാൻ ബിസിനസ് എന്നോ ഒക്കെ ഈ ഒരു പിന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതിന്റെ ഫോർമേഷൻ എന്താണ്? വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? അതിന്റെ ലാബിലിറ്റി എപ്പോഴും എന്താണ്? അൺലിമിറ്റഡ് ആയിരിക്കും അല്ലേ? ആ ഒരു സോൾ പ്രൊപ്രൈറ്റർ ആണ് ഇതിന്റെ എല്ലാ ലാബിലിറ്റിയും ഏറ്റെടുക്കേണ്ടത്. അത് വീട്ടാൻ എന്തെങ്കിലും കടം ബാധ്യതകൾക്ക് ഉണ്ടെങ്കിൽ അത് വീട്ടാനുള്ള പേഴ്സണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് അയാൾ അത് എന്ത് ചെയ്യണം? വീട്ടേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? സോൾ റിസ്ക് ബെയർ ആൻഡ് റിസ്ക് റെസിപ്ഷൻസ് അല്ലേ? എന്തെങ്കിലും റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ ഏറ്റെടുക്കണം. അതുപോലെ പ്രോഫിറ്റുകൾ കിട്ടുകയാണെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ അയാൾക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കൺട്രോൾ. അത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പരമാധികാരം ആർക്ക് തന്നെയാണ്? ആ സോൾ പ്രൊപ്രൈറ്റർക്ക് മാത്രമാണ്. ഓക്കെ, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. ദ ബിസിനസ് ഡസ് നോട്ട് ഹാവ് ഐഡന്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദി ഓണർ. ആ ഒരു സെപ്പറേഷൻ ഒന്നുമില്ല. ബിസിനസ്മാൻ എന്നുള്ള സെപ്പറേഷൻ ഒന്നുമില്ല. എല്ലാം ഒരുപോലെ എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. ആ ഒരു ബിസിനസ്സിന്റെ കണ്ടിന്യൂറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആ വ്യക്തിക്ക് എന്തെങ്കിലും അപകടമോ മരണമോ അല്ലെങ്കിൽ എന്താ വയ്യായിക എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ആ ഒരു ബിസിനസ് നിലനിന്ന് പോകാനുള്ള അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇത്രയാണ് പാർട്ണർഷിപ്പ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ വരുന്നത്. നെക്സ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഏരിയയാണ്. Company is an association of many persons who contribute money or money's worth to a common stock and employs it in some trade or business and who share the profit or loss arising therefrom. അതായത് എന്താണ്? ഇതൊരു അസോസിയേഷൻ. ഒരു കമ്പനി എന്ന് പറയുന്നത് കുറേ ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ആണ്. അവരെന്ത് ചെയ്യുന്നത്?
ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഷെയറിന് അനുയോജ്യമായിട്ടുള്ള പ്രോഫിറ്റുകൾ എന്ത് ചെയ്യുന്നത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു അല്ലേ. എ കമ്പനി ക്യാൻ ഡിസ്ക്രൈബ് ആസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ. ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത് അല്ലേ. ഹാവിങ് ആൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ. ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട് അല്ലേ. കമ്പനി വേറെ ഓണേഴ്സ് വേറെ എന്നുള്ള രീതിയിൽ. ആൻഡ് പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെല്ലാം ലോ പ്രകാരമാണ് ഉണ്ടാക്കുന്നത് അല്ലേ. എല്ലാം ലോ വഴിയാണ്. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ലോ പ്രകാരമാണ്, അത് ക്ലോസ് ചെയ്യുന്നതും ലോ പ്രകാരമാണ്. അങ്ങനെ കോമൺ സീൽ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കമ്പനിക്ക് അതിൻ്റെതായ ഒരു സീൽ ഉണ്ടാവും അല്ലേ. അതിനെയാണ് കോമൺ സീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അല്ലേ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് ഇത് ഗവേൺ ചെയ്തിട്ടുള്ളത് അല്ലേ. ദ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഈക്വൽ വാല്യൂ. വൺ സച്ച് ആസ് ഈസ് കോൾഡ് ഷെയർസ്. അതായത് ക്യാപിറ്റലുകളുടെ ഈ ക്യാപിറ്റലിനെ ഈക്വൽ ആയിട്ട് ഓരോ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോറ്റ ഡിവൈഡിന് എന്ത് പറയുന്നു, ഷെയർ എന്ന് പറയുന്നു. ആ ഷെയർ ആരാണോ മേടിക്കുന്നത് അയാൾ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നു അല്ലേ. ആ ഷെയർ ഹോൾഡറാണ് നമ്മൾ പറയുന്നത് ബിസിനസിന്റെ ഓണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്താ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ക്രിയേറ്റഡ് ബൈ ലോ അല്ലെ. ലോ പ്രകാരം ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ത് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് അല്ലെ. കമ്പനീസ് ആക്ടിലെ പ്രകാരമാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പിന്നെ എന്താണ്, കമ്പനി വേറെ മറ്റേ കമ്പനി വേറെ ഓണേഴ്സ് വേറെ അല്ലേ. ഓണേഴ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കമ്പനിയുടെ നിലനിൽപ്പിനൊന്നും ബാധിക്കില്ല. കമ്പനി എങ്ങനെ റൺ ചെയ്തു പോകുന്നത് ചെയ്യും അല്ലേ. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ, ഫോർമേഷൻ ഈസ് എ കമ്പനി ഈസ് ഫോർമഡ് ത്രൂ രജിസ്ട്രേഷൻ അണ്ടർ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അല്ലേ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്ട്രേഷൻ വഴിയാണ് എന്ത് കമ്പനീസുകൾ ഫോം ചെയ്ത് വരുന്നത് അല്ലേ. രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് അല്ലേ. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ദ പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ എന്താ, എ കമ്പനി ബീങ് എ ക്രിയേഷൻ ഓഫ് ലോ. കമ്പനി എന്താണ്, ലോ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ, ആ കമ്പനി ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ്, ലോ കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യണം അല്ലേ. ആൾക്കാരുകൾ വരും, ആൾക്കാരുകൾ പോകും അല്ലേ. പക്ഷെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, നിലനിന്ന് അങ്ങനെ പോകുന്നുണ്ട്. അതിനാണ് പറയുന്നത് പെർപെച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, കൺട്രോൾ ആണ് അല്ലേ. കൺട്രോൾ ദ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് എ കമ്പനി ഈസ് വെസ്റ്റഡ് വിത്ത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അത് എന്ത് ചെയ്യുന്നത്, കമ്പനിയെ മാനേജ് ചെയ്യുന്നത് അല്ലേ. ദേ ആർ എലക്ടഡ് ഫ്രം എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദയർ ജനറൽ മീറ്റിംഗ് അല്ലേ. അവരെ നിയമിക്കുന്നത് ആരാണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്, കമ്പനി ഓണേഴ്സ് ആണ്. ജനറൽ മീറ്റിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവരെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ലാബിലിറ്റി ആണ്. ലാബിലിറ്റി എന്താണ്, ദ ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ്. Liability of members is limited to the extent of capital contributed by them in a company അല്ലേ. അതായത് അവർ കൊണ്ടുതരുന്ന ക്യാപിറ്റൽ എത്രയാണ് അതിനനുസരിച്ചുള്ള ലാബിലിറ്റിയാണ് അവർക്ക് വരിക അല്ലേ. ഇപ്പോൾ എന്താ, ദാറ്റ് ഈസ് ദ പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് ദി മെമ്പേഴ്സ് കനോട്ട് ബി യൂസ്ഡ് ടു പേ ഓഫ് ഡെപ്റ്റ്സ് ഓഫ് ദി കമ്പനി. ആ ഡെപ്റ്റ്സ്, കമ്പനിയുടെ ഡെപ്റ്റ്സുകൾ വീട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡറുടെ പേഴ്സണൽ പ്രോപ്പർട്ടികൾ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ, കോമൺ സീൽ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു കോമൺ സീലിന്റെ കേസ് അല്ലേ. ആസ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ത്, ലോ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ത് കമ്പനി അല്ലേ. ഇറ്റ് കനോട്ട് സൈൻ ഡോക്യുമെന്റ്സ് ഫോർ ഇറ്റ് സെൽഫ് അല്ലേ. ആ കമ്പനിക്ക് എന്താ പറ്റില്ല, ഡോക്യുമെന്റ്സുകൾ ഒറ്റയ്ക്ക് സൈൻ ചെയ്യാൻ പറ്റൂല അല്ലേ. അപ്പൊ എന്താണ്, അവിടെ ഒരു സീലിന്റെ ആവശ്യമുണ്ട്. ആ സീൽ ഇടുന്നതിന് മീനിങ് എന്താണ്, ആ കമ്പനി അതിൽ ഇൻവോൾവ് ആയി അതിൽ സൈൻ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അതാണ് കോമൺ സീൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത്രയാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. അതുപോലെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഏരിയയാണ് പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് കമ്പനിയിൽ മിനിമം മെമ്പേഴ്സ് എത്ര, 7 എണ്ണം വേണം. മാക്സിമം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പബ്ലിക് കമ്പനിയിൽ നമുക്ക് ഉണ്ട് അല്ലേ. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 പേര് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണം. മാക്സിമം എത്ര പേര് വരെയാണ്, ആൾക്കാർ വരെ പോവാം, 200 വരെ പോവാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താ, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ഈ പബ്ലിക് കമ്പനിയിലാണെങ്കിൽ 3 പേരാണ്, പ്രൈവറ്റ് കമ്പനിയിൽ 2 പേരാണ്. ഓക്കെ, പിന്നെ എന്താ, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്. എന്താണ്, മെമ്പേഴ്സ്
കമ്പൽസറി ആണ് എവിടെ പ്രൈവറ്റ് പബ്ലിക് കമ്പനിയിൽ. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിൽ എന്താണ് കമ്പൽസറി അല്ല. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്താണ്, അതിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയറിന്റെ ഇടയിൽ എന്തോ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പബ്ലിക് കമ്പനിയിൽ എന്താണ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ പബ്ലിക് കമ്പനിയിൽ എന്തുണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ പ്രോസ്പെക്ടസുകൾ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. എവിടെ പബ്ലിക് കമ്പനികൾക്ക് അവരുടെ പ്രോസ്പെക്ടേഴ്സ് എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.